ഇനി നമുക്ക് സ്വരാക്ഷരങ്ങൾ ചേർന്ന് വരുന്ന ചിഹ്നങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളൊന്ന് എഴുതി നോക്കാം. സ്വരാക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതിയെടുക്കാം. ഇതാണ് ക എന്ന അക്ഷരമാണ് ചിഹ്നം ചേർത്ത് ഇടുന്നത് കേട്ടോ. ക എഴുതാൻ നമുക്ക് നീട്ടിയൊരു പൂജ്യം അങ്ങോട്ട് ഇടാം. ആദ്യം നീട്ടിയൊരു പൂജ്യം ഇടാം. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ വളച്ച് താഴോട്ടെടുക്കാം. ക ആണ് നമ്മൾ ചിഹ്നം ചേർത്ത് എഴുതുന്നത്. ഒന്നുകൂടി എഴുതി നോക്കാം. ഒരു പൂജ്യം നീട്ടി വരയ്ക്കുക, താഴോട്ട് നീട്ടി വരയ്ക്കുക. എന്നിട്ട് സൈഡിലൂടെ വളച്ചെടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ക. അപ്പം കായുടെ കൂടെ എല്ലാ സ്വരചിഹ്നത്തിൽ പെടാത്ത 4 ചിഹ്നങ്ങളും കൂടെ ഒന്ന് എഴുതി നോക്കാം. ക എഴുതാം. ആദ്യം ക എഴുതാം. നേരത്തെ എഴുതിയ പോലെ തന്നെ ക എഴുതാം. ഇനി കായുടെ കൂടെ ആ എന്നുള്ള ചിഹ്നം, അതായത് ദീർഘം ചേർത്ത് എഴുതാൻ പോവുകയാണേ. ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇടുന്നത്. ഇപ്പോൾ ക ഖ എന്ന ക്രമം. ഇനി അടുത്തതായിട്ട് കായുടെ കൂടെ നമ്മൾ ഈ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇടുന്നത്. ഇപ്പോൾ കീയായി. ഇനി അടുത്തതായിട്ട് കായുടെ കൂടെ നമ്മൾ ഈ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇടുന്നത്. ഇപ്പം കീ എന്നായി. ക ഖ കി കീ. ഇനി അടുത്തത് ഉ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ്. ഉ എന്ന ചിഹ്നം. അപ്പോൾ കു ആയി. കു. ക ഖ കി കീ കു. ഇനി അടുത്തതോ ഊ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് അടുത്തതായിട്ട്. അപ്പോൾ എന്തായിരിക്കും വായിക്കുക? കൂ. ക ഖ കി കീ കു കൂ. ഇനി അടുത്ത സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ്. അത് ഋ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ചേർത്ത് എഴുതുന്നത്. അപ്പോൾ കൃ. എന്തായി? കൃ. അപ്പം ക ഖ കി കീ കു കൂ കൃ. കൃ ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതാം. ഇവിടെ വൃത്തിയായി കൊടുക്കാം. കൃ. ക ഖ കി കീ കു കൂ കൃ. ഇനി എ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ്. അതിനാദ്യം ചിഹ്നം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ക എഴുതി കൊടുക്കുക. ചിഹ്നം ഇട്ടതിന് ശേഷം ക എഴുതുക. ഇപ്പം എന്തായി? കെ. ഇപ്പം ക ഖ കി കീ കു കൂ കൃ കെ ആയി. ഇനി അടുത്തതായിട്ട് എ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ്. അപ്പം ചിഹ്നം ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അക്ഷരം എഴുതാം. അപ്പം കേ. കേരളം എന്നൊക്കെ എഴുതുന്ന കെ ആയി. ഇനി അടുത്തത് എ എന്ന സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞാൽ അടുത്തത് ഐ ആണ്. അപ്പം ഐ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇനി ഇടുന്നത്. അപ്പോൾ 2 പ്രാവശ്യം എ എന്ന ചിഹ്നം ഇട്ടാൽ ഐ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമായി. ഇപ്പോൾ നമുക്ക് എന്ത് വായിക്കാം? കാ കൂടെ എഴുതി കൊടുത്താൽ കൈ എന്ന് വായിക്കാം. അപ്പോൾ അ ആ ഇ ഈ ഉ ഊറ് എ ഐ എന്ന ക്രമമായി. അടുത്തതായിട്ട് ഓ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അതിന് ചിഹ്നത്തിന് നടുക്കാണ് നമ്മൾ അക്ഷരം എഴുതുക. ഓ എന്ന സ്വരചിഹ്നത്തിന് നടുക്ക്, അതായത് എ എന്ന ചിഹ്നം എഴുതിയിട്ട് അക്ഷരം എഴുതി കൊടുക്കുക. ക എന്ന അക്ഷരം എഴുതി കൊടുക്കുക. ഇനി ഒരൊറ്റ ചിഹ്നം കൂടെ ഇടണം. അതാണ് ദീർഘം. ഇപ്പം എന്തായി? കോ. ഓ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണിത്. കോ. ഇനി അടുത്തത് കോ. ഓ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇടാൻ പോകുന്നത്. ഇതും ചിഹ്നത്തിന് നടുക്കാണ് അക്ഷരം വരുന്നത്. ശ്രദ്ധിച്ചാലറിയാം. എ എന്ന ചിഹ്നം ഇട്ടു, അക്ഷരം എഴുതി, ദീർഘം ഇട്ട് കൊടുത്തു. അപ്പം ഓ എന്ന സ്വരാക്ഷരങ്ങളുടെ ചിഹ്നം കിട്ടി. ഇനി അടുത്തത് ഔ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അക്ഷരം എഴുതാം. ക എന്ന അക്ഷരം എഴുതി കൊടുത്തു. ഇനി അതിനുശേഷം ഔ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം.
കൗ ഇപ്പം കൗ എന്നായി മാറും. കോ കോ കൗ ഓ ഓ ഔ എന്ന ക്രമമായി. ഇനി എന്ന ചിഹ്നമാണ്. കായുടെ കൂടെ എന്ന ചിഹ്നം. കായുടെ കൂടെ എന്ന ചിഹ്നം ഇട്ടാൽ കം. കായുടെ കൂടെ എന്ന ചിഹ്നം ഇട്ടാൽ കം. ഇനി അടുത്തതായിട്ട് എന്ന ചിഹ്നമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിത് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നമാണ്. ഹ എന്ന ഉച്ചാരണം വരും. അപ്പോൾ താഴെയും മുകളിലും ചെറിയ 2 പൂജ്യം ഇട്ട് കൊടുത്താൽ ഹ ഖ എന്നാണ് വായിക്കുക. ഹ എന്നുള്ള ഉച്ചാരണമാണ് വരിക. നമ്മൾ ഖ എന്ന് വായിക്കും. ഖം ഖ. അപ്പോൾ നമ്മുടെ സ്വരാക്ഷരങ്ങൾ ചേർന്ന ചിഹ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. ക ക, കി കീ, കു കൂ, കൃ, കെ കേ, കൈ, കൊ കോ, കൗ, കം ഖ. സ്വരാക്ഷരങ്ങളിൽ പെടാത്ത മറ്റ് 4 ചിഹ്നങ്ങൾ കൂടെ മലയാളത്തിൽ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി അടുത്തതായിട്ട് സ്വരാക്ഷരങ്ങളിൽ പെടാത്ത മറ്റ് 4 ചിഹ്നങ്ങളാണ് എഴുതാൻ പോകുന്നത്. ഇത് റ എന്നുച്ചാരണം വരുന്ന ചിഹ്നമാണ്. അപ്പോൾ അതിന് കൂടെ ക എഴുതുമ്പോൾ നമുക്ക് ഉച്ചാരണം ക്ര എന്നാണ് ഇതിൻ്റെ ഉച്ചാരണം വരിക. അടുത്തതായിട്ട് യ എന്നുള്ള ചിഹ്നമാണ്. കാൻ്റെ കൂടെ യ എന്ന ചിഹ്നം ചേർത്ത് എഴുതിയാൽ നമുക്ക് ക്യ എന്ന് വായിക്കാം. ക്യ. ഇതാണ് ആ ചിഹ്നം. ക്ര ക്യ. ഇനി അടുത്തത് വ എന്ന ചിഹ്നമാണ്. അത് കാൻ്റെ കൂടെ ചേർത്ത് എഴുതുമ്പോൾ ക്വ എന്ന ഉച്ചാരണം വരും. ക്വ. ഇപ്പോൾ ക്ര ക്യ ക്വ എന്ന ചിഹ്നമായി. ഇനി അടുത്തതായിട്ട് എന്ന് ഉച്ചാരണം വരുന്ന ചിഹ്നമാണ്. അത് കാൻ്റെ കൂടെ ചേർത്ത് എഴുതുമ്പോൾ ക് എന്നാണ് ഉച്ചാരണം വരിക. ക്. ഇതിന് നമ്മൾ സമ്പ്രദോകാരം എന്നൊക്കെ പറയും. ഇത് ഇപ്പോൾ ക്ര ക്യ ക്വ ക് ഈ 4 ചിഹ്നങ്ങൾ 4 എണ്ണവും സ്വരചിഹ്നങ്ങളിൽ പെടുന്നതല്ല. അത് സെപ്പറേറ്റാണ്. അപ്പോൾ അത് പ്രത്യേകം അക്ഷരങ്ങളുടെ കൂടെ എഴുതി പഠിക്കുക തന്നെ വേണം. അതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. വ്യഞ്ജനാക്ഷരങ്ങളൊന്ന് നോക്കാം. ക ആണ് വ്യഞ്ജനാക്ഷരങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ക എഴുതി. അടുത്തത് 4 തരം ക ഉണ്ട് ഇതിൽ കേട്ടോ. ക വർഗത്തിൽ 4 തരം കായാണ് ഉള്ളത്. ഖ ഖ ഘ ഘ. അടുത്തത് ങ. ഖ ഖ ഗ ഘ ങ എന്നാണ് ഉച്ചാരണം വരിക. 4 തരം വെറൈറ്റി കാകളുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള 4 കാകളുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ച. ഈ വ്യഞ്ജനാക്ഷരങ്ങളുടെ ക്രമവും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിക്കാനുള്ള പാട്ടൊക്കെ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. അത് കണ്ടാൽ മതി. വ്യഞ്ജനാക്ഷരങ്ങൾ നല്ല താളത്തിൽ ഉച്ചാരണ ശുദ്ധിയോടെ ചൊല്ലി പഠിക്കാനുള്ളൊരു പാട്ട് ആദ്യ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ച 4 വിധമുണ്ട്. ച ഛ. അടുത്ത ജ. ച ഛ ജ. ജ കഴിഞ്ഞാൽ അടുത്തത് ജ ഝ. ഝാൻസി റാണി എന്നൊക്കെ എഴുതുന്ന ഝ. അത് കഴിഞ്ഞാൽ ഞ. ഛ ഛ ജ ഝ ഞ. നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ കച്ചടത്തപ്പ എന്ന ക്രമത്തിലാണ് വരുന്നത്. അടുത്ത അപ്പം ട. ക ച ട ത പ. അപ്പം അടുത്ത് ട വർഗ്ഗമാണ് ട. ഠ ഠ ഢ ഢ ണ. ഠ ഠ ഡ ഢ ണ. ഠ ഠ ഡ ഢ ണ എന്ന് വരും. 4 തരം ട ഉണ്ട്. ഇനി അടുത്തത് കച്ചടത്തപ്പ എന്ന് വരുമ്പോൾ അടുത്തത് ത ആണ്. ത ത ത ഥ ദ
ധ ന. അപ്പം ധ ധ ദ ധ ന ആ ക്രമം വരും. ഇനി അടുത്തത് കച്ചടത്ത കഴിഞ്ഞു. ഇനി അടുത്തത് പ. പായും അതുപോലെ 4 വിധമുണ്ട്. പ, ഫ. നമ്മൾ സാധാരണ ഫ എന്നാണ് പല സ്ഥലത്തും പറയുക. പക്ഷേ ശരിക്കും നോക്കുമ്പോൾ മലയാളത്തിൽ ഫ എന്നൊരക്ഷരം ഇല്ല എന്നാണ് പറയുക. അതിൻ്റെ ഉച്ചാരണം ശരിക്കും ഫ ഫ എന്നാണ് വേണ്ടത്. നമ്മൾ ഫായ്ക്ക് പകരം ആ ലെറ്റർ ഉപയോഗിക്കുന്നുള്ളൂ, ആ അക്ഷരം ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഫ ഫ ബ ഭ മ. അടുത്തത് മ. അപ്പം അക്ഷരമാല ഇങ്ങനെ വരും. പ ഫ ബ ഭം മ ആ ക്രമം വരും. ഇനി അടുത്തത് യ. യ, ര, ല, വ. യ, ര, ല, വ. അത് കഴിഞ്ഞാൽ ശ. ശ, ഷ, സ, ഷ, ഷ, സ, ഹ. അടുത്തത് ഹ. യ, ര, ല, വ, ശ, ഷ, സ, ഹ. ഇനി അടുത്തതായിട്ട് ള. ള, ല കഴിഞ്ഞാൽ ഴ. ള, ഴ, റ. എന്നിങ്ങനെ വരും. ള, ഴ, റ. അപ്പോൾ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളൊന്നുകൂടെ വായിച്ച് നോക്കാം. ഇത് എഴുതുന്നത് എളുപ്പത്തിൽ എഴുതാൻ പഠിക്കുന്നത് വേണമെങ്കിൽ ആവശ്യക്കാർ കമൻറ്റ് ചെയ്താൽ അതിന് പ്രത്യേകമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ സ്വരാക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് എളുപ്പത്തിൽ എഴുതുന്നത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഇത് എഴുതുന്ന രീതി ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വ്യഞ്ജനാക്ഷരങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഖ, ഖ, ഗ, ഘ, ങ. ച, ഛ, ജ, ഝ, ഞ. ഠ, ഠ, ഡ, ഢ, ണ. ഥ, ഥ, ധ, ധ, ന. ഭ, ഫ, ഭ, ഫ, മ. യ, ര, ല, വ. ശ, ഷ, സ, ഹ. ള, ഴ, റ. ഇനി അടുത്തത് ചില്ലുകളാണ്. മലയാള ഭാഷയിൽ ചില്ലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ചില്ലുകൾ എഴുതുന്നതിലും ഒരു ചില്ലുണ്ട് ൾ. പണ്ട് വൃത്തം തിരിക്കുന്നതിലും ഗണം തിരിക്കുന്നതിലൊക്കെ ഈ ചില്ലുകൾ ഒരു പ്രധാന പങ്ക് വഹിച്ച അക്ഷരങ്ങളാണ്. അപ്പം ഈ ചില്ലുകൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് നോക്കാം. ചില്ലുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ താ എഴുതുന്ന പോലെ എഴുതിയിട്ട് മുകളിലോട്ട് കൂർപ്പിക്കാം. ഇൽ. ഇനി അടുത്തത് ഇർ. ര എഴുതിയിട്ട് മുകളിലേക്ക് കൂർപ്പിക്കുക. ഇർ. അപ്പം ഇൽ, ഇർ. ഇനി ഇൾ. ചില്ലുകൾ എന്നുള്ളതിൽ എഴുത്തിൽ തന്നെ ഉണ്ട് ഇൾ. ആ ഇൾ ഒന്ന് എഴുതാം. അപ്പോൾ ഇൽ, ഇർ, ഇൾ. ഇനി ഇൺ. ഇൺ ഒന്ന് എഴുതി നോക്കാം. നാന്ന് എഴുതിയിട്ട് ടാഠാ ഡഡാണേൽ നാ ഉണ്ട്. അത് എഴുതിയിട്ട് ഉള്ളിലോട്ടൊരു കൂർപ്പ്. ഇൺ. ഇനി അടുത്തത് ഇൻ. നാ എഴുതിയിട്ട് മുകളിലോട്ടൊരു കൂർപ്പ്. ഇൻ. അപ്പോൾ ചില്ലുകൾ കഴിഞ്ഞു. ഇൽ, ഇർ, ഇൾ, ഇൺ, ഇൻ. ആകെ 5 എണ്ണേ ഉള്ളൂ. പഠിക്കാൻ എളുപ്പമാണ്. ഇത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൽ, ഇർ, ഇൾ, ഇൺ, ഇൻ.